തട്ടകത്ത് പൂരമായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു അമ്പലത്തിൽ നിന്നാണ് ഭഗവതിനെ എഴുന്നള്ളിച്ചിട്ട് ആനപ്പുറത്ത് വരിക കേട്ടോ. അപ്പോൾ ഈ വരുന്ന വഴിക്ക് നമുക്ക് പറയൊക്കെ വെക്കാം. പറ വയ്ക്കുമ്പോൾ ആനകൾ അതിൽ നിന്ന് എടുത്തിട്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ വഴിയാണ് ആനകൾ പോവുക. ഇപ്പോൾ ഞങ്ങളതേ വീടിൻ്റെ അവിടെ വന്നിട്ട് ഇതൊക്കെ കാണുകയാണ് കേട്ടോ, കൊട്ടും ആന പോണതൊക്കെ. പിന്നെ പകൽപ്പൂരം പിന്നെ അമ്പലത്തിൽ നമ്മൾ പോവാറില്ല കേട്ടോ, കാരണം നമ്മുടെ വീട്ടിൽ ഒരുപാട് ബന്ധുക്കാരൊക്കെ വരുന്ന കാരണം കൊണ്ട് ഫാമിലി ടൈമിൽ കുറച്ച് വീടിനകത്ത് സ്പെൻഡാവും. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും നമ്മുടെ വീടിൻ്റെ വഴി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പകുതി മുക്കാലും പൂരം നമുക്ക് വീടിൻ്റെ അകത്ത് ഇരുന്നിട്ട് തന്നെ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി കൊട്ടൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുട്ടികളല്ലേ സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ നിന്ന്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടുത്തെ കൊട്ടൊക്കെ കഴിഞ്ഞിരുന്നു. അച്ഛൻ്റെ തോളത്തിൽ പോവാണ് കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നാടൻപാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടു. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇക്കൊല്ലത്തെ പൂരം കഴിഞ്ഞു കേട്ടോ.